നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ഭരണമാറ്റത്തിന് സാക്ഷ്യം വഹിച്ച ദിവസമാണിന്ന്. വടശ്ശേരി ദാമോദരൻ സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന്റെ ആവേശത്തിലാണ് UDF അണികളും അനുഭാവികളും. വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന വരികൾ തന്നെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് മുൻ MLA രാഹുൽ മാങ്കുട്ടത്തിലിട്ട പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. 10 കൊല്ലമായി നമ്മൾ ഈ ശുഭമുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നുവെന്ന് പറഞ്ഞ വലിയൊരു വിഭാഗം ആളുകൾ VD സതീശന്റെ കടന്നുവരവിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുമ്പോൾ മറുവശത്ത് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കടുത്ത വിമർശനങ്ങളും കമന്റ് ബോക്സുകളിൽ ഉയർന്നുണ്ട്. ഗുരുതരമായ നിയമ നടപടികളും വിവാദങ്ങളും നേരിടുന്ന രാഹുലിന് ഇനി പഴയതുപോലെ ആരാധകർ ഉണ്ടാകില്ലെന്നും രാഷ്ട്രീയമായി അദ്ദേഹം വലിയ തിരിച്ചടിയാണ് നേരിടുന്നതെന്നും പലരും കമന്റുകളിലൂടെ കുറിക്കുന്നുണ്ട്. നിയമസഭയിലും രാഷ്ട്രീയത്തിലും രാഹുലിന്റെ സാന്നിധ്യമില്ലാത്തത് എതിരാളികൾക്ക് ലോട്ടറി അടിച്ചതുപോലെ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം പരിഹസിക്കുന്നത്. പിണറായി സർക്കാരിനെ കുറ്റം പറഞ്ഞ് ഇനി പോസ്റ്റുകൾ ഇടാൻ കഴിയില്ലെന്നും രാഷ്ട്രീയത്തിൽ രാഹുലിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നുമുള്ള രീതിയിലുള്ള കടുത്ത ട്രോളുകളും വിമർശനങ്ങളും ഒക്കെയാണ് ഈ പോസ്റ്റിന് താഴെ നിറയുന്നത്. ചുരുക്കത്തിൽ VD സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ആവേശം ഒരു വശത്ത് നടക്കുമ്പോഴും രാഹുൽ മാങ്കുട്ടത്തിലെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള കടുത്ത വാദപ്രതിവാദങ്ങളുടെയും സൈബർ യുദ്ധത്തിന്റെയും വേദിയായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ. രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന എതിരാളികൾ കടുത്ത സൈബർ ആക്രമണങ്ങളെയും വിമർശനങ്ങളെയും ധീരമായി നേരിട്ടുകൊണ്ട് തന്നെയാണ് രാഹുലിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മുന്നേറുന്നത്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ട്രോളുകളും ഉയർത്തി രാഷ്ട്രീയം അദ്ദേഹത്തെ തളർത്താൻ എതിരാളികൾ കടുത്ത ശ്രമം നടത്തുന്നുണ്ടെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ജനകീയ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ച രാഹുലിന്റെ രാഷ്ട്രീയ പോരാട്ട വീര്യത്തെ പിന്തുണയ്ക്കുന്നവരുടെ വലിയൊരു നിര തന്നെ ഈ കമന്റ് ബോക്സിലൊക്കെ ദൃശ്യമാണ്. എതിരാളികളുടെ കടുത്ത സൈബർ ആർമിയുടെ ആക്രമണങ്ങൾക്കിടയിലും പുതിയ സതീശൻ സർക്കാരിന്റെ ഈ വിജയങ്ങളിൽ തങ്ങൾ ആഗ്രഹിച്ച മാറ്റത്തിന്റെ ഊർജ്ജമായി രാഹുൽ മാങ്കുട്ടത്തിൽ ഒപ്പമുണ്ടെന്ന് തന്നെയാണ് UDF അണികളും സോഷ്യൽ മീഡിയയിലെ വലിയൊരു വിഭാഗവും ഉറച്ചു പറയുന്നത്. മുൻ പാലക്കാട് MLA രാഹുൽ മാങ്കുട്ടത്തിൽ ഈ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കാനെത്തിയത് വലിയ രാഷ്ട്രീയ ശ്രദ്ധയാണ് പിടിച്ചുപറ്റിയിരിക്കുന്നത്. മാത്രമല്ല, ചടങ്ങിനിടെ മാധ്യമങ്ങളെ കണ്ട രാഹുൽ മാങ്കുട്ടത്തിൽ നടത്തി തികച്ചും വികാരനിർഭരവും എന്നാൽ ശക്തവുമായ പ്രതികരണം UDF അണികൾക്ക് ഇരട്ടി ഊർജ്ജമാണ് പകർന്നത്. പുറത്താക്കിയാലും താൻ എന്നും കോൺഗ്രസുകാരൻ തന്നെയായിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാഹുൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. പദവികൾക്ക് വേണ്ടിയല്ല താൻ രാഷ്ട്രീയം പറയുന്നതെന്നും എല്ലാ കാലവും പാർട്ടിക്കാരനായി തുടരുമെന്നതിനാൽ തന്നെ ഈ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിനാൽ തനിക്ക് യാതൊരുവിധ ഖേദവുമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലം UDF നടത്തിയ ശക്തമായ പ്രതിപക്ഷ പ്രവർത്തനത്തിനുള്ള ജനങ്ങളുടെ അംഗീകാരമാണ് നിലവിലെ ഈ വൻ വിജയമെന്നാണ് രാഹുൽ ചൂണ്ടിക്കാണിച്ചത്. ഒരു ജനപ്രതിനിധിയാവണോ അതോ പാർട്ടി ഭാരവാഹിയാകണോ എന്ന് ചോദിച്ചാൽ എന്നും പാർട്ടി ഭാരവാഹിയായ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുവാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന രാഹുലിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയാണ് വെളിപ്പെടുത്തുന്നത്. മനസ്സിൽ ഒട്ടും നിരാശയില്ലെന്നും താൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ജനപക്ഷ രാഷ്ട്രീയം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അത് തന്റെ രാഷ്ട്രീയ ക്ലാരിറ്റിയാണെന്നും രാഹുൽ മാങ്കുട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. രാഹുലിന്റെ ഈ ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. രാഷ്ട്രീയ എതിരാളികൾ കടുത്ത സൈബർ ആക്രമണങ്ങളുമായി രാഹുലിനെ തളർത്തുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും 10 കൊല്ലമായി നമ്മൾ ഈ ശുഭമുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നുവെന്ന് കമന്റ് ചെയ്തുകൊണ്ട് 10,000-കണക്കിന് അണികളാണ് രാഹുലിന് ഒപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുന്നത്. പ്രതിസന്ധികളിലും വിവാദങ്ങളിലും തളരാതെ കോൺഗ്രസ് രാഷ്ട്രീയത്തോടുള്ള തന്റെ കൂറ് പരസ്യമായി പ്രഖ്യാപിച്ച രാഹുൽ മാങ്കുട്ടത്തിൽ പുതിയ സതീശൻ സർക്കാരിന്റെ വിജയത്തിലും അണികളുടെ മനസ്സിലെ യഥാർത്ഥ പോരാളിയും തിളങ്ങി നിൽക്കുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. സത്യപ്രതിജ്ഞാ വേദിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധയെ ആകർഷിച്ചതും അണികൾ ആവേശത്തോടെ നെഞ്ചേറ്റിയതുമായ ഒരു സാന്നിധ്യമെന്ന് പറയുന്നത് മുൻ പാലക്കാട് MLA രാഹുൽ മാങ്കുട്ടത്തിൽ തന്നെയാണ്. പാർട്ടിക്കുള്ളിലെ ഔദ്യോഗിക പദവികൾക്കപ്പുറം അണികളുടെ മനസ്സിൽ രാഹുലുള്ള സ്ഥാനം എത്രത്തോളം വലുതാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും പുറത്തു വന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ രാഹുലിനെ വളഞ്ഞ് സെൽഫി എടുക്കുവാനും അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള അണികളുടെയും യുവാക്കളുടെയും വലിയൊരു തിരക്ക് തന്നെയാണ് സ്റ്റേഡിയത്തിൽ അനുഭവപ്പെട്ടത്. സോഷ്യൽ മീഡിയയിൽ രാഹുലിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അണികൾ കുറിക്കുന്ന വാക്കുകൾ തന്നെ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. സത്യപ്രതിജ്ഞാ ദിനം പ്രിയപ്പെട്ടവനോടൊപ്പം പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അണികൾ പങ്കുവെക്കുന്ന ചിത്രങ്ങൾ സൈബറിടങ്ങളിൽ നിമിഷ നേരം കൊണ്ടാണ് തരംഗമായി മാറിയത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തങ്ങളുടെ പ്രിയപ്പെട്ടവൻ രാഹുൽ തന്നെയാണെന്ന് അണികൾ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണിത്. മാധ്യമങ്ങളെ കണ്ടപ്പോഴേ അതീവ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് രാഹുൽ മാങ്കുട്ടത്തിൽ സംസാരിച്ചത്. പുറത്താക്കിയാലും താൻ എന്നും കോൺഗ്രസുകാരൻ തന്നെയായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേരള രാഷ്ട്രീയത്തിൽ ചരിത്രം വഴിമാറിയ ഒരു ദിവസത്തിനാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്.
മുഖ്യമന്ത്രി സതീഷിന്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാർ ഭരണം ആരംഭിക്കുമ്പോൾ വരും ദിവസങ്ങളിലെ വികസന മുന്നേറ്റങ്ങളെയാണ് കേരള ജനത ഉറ്റുനോക്കുന്നത്. പദവികളോ അധികാരങ്ങളോ ഇല്ലെങ്കിലും അണികളുടെ മനസ്സിലെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ സജീവമായി തുടരുമെന്ന പ്രഖ്യാപനവും ഇന്നത്തെ സത്യപ്രതിജ്ഞാ വേദിയെ കൂടുതൽ ശ്രദ്ധേയമാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ചരിത്ര വിജയത്തിന് പിന്നിൽ UDF മുന്നണികളുടെ കഠിനാധ്വാനമുണ്ടെങ്കിൽ അത് എടുത്തു പറയേണ്ട ഒന്നാണ് VD സതീഷിനു വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പടികൂറ്റൻ പ്രചാരണ പ്രവർത്തനങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നാൾ മുതൽ മണ്ഡലങ്ങളിൽ തരംഗമുണ്ടാക്കാനും യുവാക്കളെയും സാധാരണക്കാരെയും ഒരുപോലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കുവാനും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ നിരന്തരമായ ക്യാമ്പയിനുകൾ ഈ വൻ വിജയത്തിന് നിർണായക പങ്കാണ് വഹിച്ചത്. തന്റെ ചടുലമായ പ്രസംഗങ്ങളിലൂടെയും സജീവമായ ജനസമ്പർക്കങ്ങളിലൂടെയും VD സതീഷിന്റെ വികസന കാഴ്ചപ്പാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ രാഹുൽ അഹോരാത്രം പണിയെടുത്തു. പദവികളോ അധികാരങ്ങളോ ഇല്ലെങ്കിലും താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിനും തന്റെ നേതാവിനും വേണ്ടി നടത്തിയ ആ ആത്മാർത്ഥമായ ക്യാമ്പയിനുകളുടെ വിജയമാണ് ഈ പുതിയ ഭരണമാറ്റത്തെ അണികൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അണികളുടെ മനസ്സിൽ പ്രിയപ്പെട്ട രാഹുലായി ഇന്നും തിളങ്ങി നിൽക്കുന്നത്. കടുത്ത രാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിലും എതിരാളികളുടെ സൈബർ ആക്രമണങ്ങൾക്കിടയിലും അണികൾ ഒപ്പം നൽകുന്ന ഈ വൻ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിലെ രാഷ്ട്രീയ ഭാവിയെ വരും ദിവസങ്ങൾ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കണ്ടറിയണം. ഈ ഒരു വിഷയത്തോടെ പാർട്ടിയിലേക്ക് മടങ്ങി വരുവാനുള്ള രാഹുലിന്റെ സാധ്യതയും ചർച്ചയാവുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ 3 ബലാത്സംഗ കേസുകളായി ക്രൈംബ്രാഞ്ച് അന്വേഷണവും കുറ്റപത്രം സമർപ്പിക്കലും ഉൾപ്പെടെയുള്ള ശക്തമായ നിയമ നടപടികൾ നിലനിൽക്കുകയാണ്. കോടതി ഈ കേസുകളിൽ അദ്ദേഹത്തെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയാൽ മാത്രമേ പാർട്ടിയിലേക്ക് മടങ്ങി വരുവാനുള്ള സാധ്യതകൾ തുറക്കൂ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും UDF സത്യപ്രതിജ്ഞാ വേദിയിൽ വെച്ച അണികൾ അദ്ദേഹത്തിന് നൽകിയ വലിയ സ്വീകരണവും സോഷ്യൽ മീഡിയ പിന്തുണയും രാഹുൽ ഇപ്പോഴും വലിയ ജനപ്രീതി ഉണ്ടെന്ന് വ്യക്തമാക്കുകയാണ്. ഇത് ഭാവിയിൽ അനുകൂലമായ രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്ക് നയിച്ചേക്കാം. താൻ പുറത്താക്കപ്പെട്ടാലും എന്നും കോൺഗ്രസുകാരനായി തുടരുമെന്ന പദവികൾക്ക് വേണ്ടിയല്ല രാഷ്ട്രീയം പറയുന്നതെന്നും രാഹുൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയോട് പിണങ്ങാതെ പുറത്തുനിന്ന് പിന്തുണ നൽകുന്ന ഈ സമീപനം ഭാവിയിൽ അനുകൂലമായ ചർച്ചകൾക്ക് വഴി തുറന്നേക്കാം.